ഹലോ, ഇന്ന് നമ്മളൊരു ബീഫും കൂർക്കയും കറിയായിട്ട് ഉണ്ടാക്കുന്നത് വറുത്തരച്ച കറി. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. അതിൽ എണ്ണ ചൂടാക്കിയ ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ചൂടാക്കി എടുക്കുക കേട്ടോ. നമ്മൾ ഈ പൊടികളൊക്കെ ചൂടാക്കിയിട്ടാണ് വറുത്തരച്ച കറിയിലേക്ക് ഇടാറുള്ളത്. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടാക്കി വെക്കാം. പിന്നെ നമ്മൾ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1 കിലോ ബീഫാണ് കേട്ടോ. അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 2-3 പച്ചമുളക്. നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഇപ്പൊ തന്നെയാണ് ചേർക്കണത്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വരട്ടി വെച്ച പൊടികളില്ലേ, വറുത്ത് വെച്ച പൊടികൾ, ആ പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആ മിക്സില്ലേ, അത് ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പ് തന്നെ എടുത്തോളൂ, കല്ലുപ്പാണ് എടുക്കുന്നത്. പിന്നെ അതിലേക്ക് വേപ്പിന്റെ ഇല ചേർക്കുക. പിന്നെ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ കറിക്ക് നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നന്നായി മിക്സ് ചെയ്ത ശേഷം ഈ ബീഫിലിട്ട് കുഴച്ചെടുക്കാം. നന്നായി കുഴയ്ക്കാം. ബീഫും കൂടിയിട്ട് നന്നായി കുഴച്ചെടുത്ത ശേഷം അതിലേക്ക് പാകത്തിന് വെള്ളം കൂടി ചേർക്കാം കേട്ടോ. ബീഫിന്റെ മുകളിൽ നിൽക്കുന്ന അത്ര വെള്ളം ചേർക്കുന്നുണ്ട്. പിന്നീട് ഇത് അടച്ച് വേവിക്കാം. 5-6 വിസിൽ വരെ വേവിക്കാം കേട്ടോ. എനിക്ക് 5 വിസിലേ ആവശ്യം വന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്കിത് അരപ്പിനുള്ള തേങ്ങ റെഡിയാക്കാം. തേങ്ങയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പെരുംജീരകവും വേപ്പിൻ്റെ ഇലയും വറക്കാം കേട്ടോ. അതിന് ബീഫ് വെന്തിട്ടുണ്ട്, ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കൂർക്കയാണ് ചേർക്കണത്. 250 ഗ്രാം ബീഫ് ഉണ്ടാവുള്ളൂ. അതിലേക്ക് കൂർക്കയും ചേർത്തിട്ടുണ്ട്. അത് അവിടെ വേവിക്കാൻ വെക്കാം കേട്ടോ. പിന്നെ നേരെ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ സബോള ചൂടാക്കുകയാണ്. സബോള വഴറ്റിയെടുക്കാം. സബോളയിലേക്ക് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ് കേട്ടോ. ഇത് വറവിടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് വഴറ്റാം. അത് നന്നായി വഴന്നു വരുന്ന സമയത്ത് അതിലേക്ക് തക്കാളി ചേർക്കാം കേട്ടോ. തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായി കൂടി ചേർത്തിളക്കിയിട്ട് നന്നായി വഴറ്റിയ ശേഷം ഇത് മാറ്റി വെക്കാം കേട്ടോ. നമ്മുടെ ബീഫും കൂർക്കയില്ലേ, അത് 2 വിസിലടിച്ച് വേവിച്ചത് വെന്തിട്ടുണ്ട്. അത് തുറന്ന് തിളപ്പിക്കാം. അത് തിളച്ചതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം കേട്ടോ. തേങ്ങ വറുത്തില്ലേ, ആ അരപ്പാണ്. അത് ചേർത്തിളക്കുക. നന്നായി മിക്സ് ചെയ്ത ശേഷം തിളപ്പിക്കാൻ വെക്കാം. അത് തിളച്ച് വരുമ്പോൾ നമ്മളിപ്പോൾ വാട്ടി വെച്ച സബോള തക്കാളിയില്ലേ, അത് അതിലേക്ക് ചേർക്കാം കേട്ടോ. അതും കൂടി ചേർത്തിളക്കിയിട്ട് തിളപ്പിക്കാം. നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പൊടികൾ ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. നമ്മൾ ഗരം മസാലപ്പൊടി നേരത്തെ ചേർത്തിട്ടൊന്നുമില്ല, ഇപ്പോഴാണ് ചേർക്കണത്. അത് ചേർത്തിളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒരു പിടി മല്ലിയില ചേർക്കാം. അപ്പോൾ നമ്മുടെ ബീഫും കൂർക്കയും വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ.